Good morning, everyone. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Yeah, good morning. Good morning, ma'am. Okay. ഇത് അതിരമിസല്ലാട്ടോ ഞാനാണേ. ആതിരമിസിന്റെ മോന് കുറവില്ലേ പനി? പനി കുറവുണ്ട്. ഉണ്ടോ? അതിരമിസിന് വേറെ ക്ലാസ് ഉണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ. അപ്പൊ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. തുടങ്ങിക്കോളൂ. പ്രയാൾ തൊട്ടത്തിരെ ആൻഡ് സൈനിങ്. നല്ല പ്രയർ ആരാച്ചില്ല. എല്ലാരും ജോയിൻ ആവുന്നേ ഉള്ളല്ലോ. പ്രേയർ പറയട്ടെ. ഓക്കെ. അതുകൊണ്ട് നമ്മള് റെക്കോർഡിന് വേണ്ടിട്ട് ഞാൻ എഴുതിയ പ്രേയർ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത്. Thank you, God, for this new day. Thank you, God, help us learn and grow. Dear God, help me be kind and good. Dear God, guide me through morning, noon, and night. Thank you, ma'am. ഓക്കെ ഐഷ. Then നെക്സ്റ്റ് എന്താ? സൈൻ ഇൻ ഓർ തൊട്ടത്തിരെ എന്താണ്? എന്താണ് സ്ലോ ആണല്ലോ. സൈനിന് ഞാൻ പറയാം. ഇത് ഞാൻ റെക്കോർഡിന് വേണ്ടി എഴുതിയത് ഒരു സോങ് ആണ്. ന്യൂട്ടനെ കുറിച്ച് എഴുതിയതാണ്. Newton under a tree saw an apple fall. Can you see? Newton thought deep. A law was found. Gravity's magic all around. It guides us all learning science. Gravity, the force that pulls us down, keeping our feet on the ground. Mass attract mass. It's what Newton found. Gravity at work all around. Newton's law, a true friend. Thank you, ma'am. I welcome Ashwati ma'am and all my friends to the class. ഓക്കെ. യാ വെരി ഗുഡ്. ഇത് എല്ലാവരും സംസാരം പറ്റിയ പാട്ടൊക്കെയാണ്. പ്രയർ എന്താണ് ചോട്ടു. ഓക്കെ. എല്ലാവരും റെക്കോർഡൊക്കെ ഇങ്ങനെയാണ് കംപ്ലീറ്റ് ആയോ? ചെയ്തോണ്ടിരിക്കാന്നുണ്ടെങ്കിലോ റെക്കോർഡും ഞാനും വേണ്ട ഒരു ബന്ധമില്ല കേട്ടോ. ഇല്ല മാം, ആയിട്ടില്ല. ഓക്കെ. പിന്നെ എന്താണ് ഞാൻ എന്താ ചെയ്യേണ്ടത്? ക്ലാസ് എടുക്കണോ മീൻസ് അടുത്ത പോർഷൻസ് എടുക്കണോ, അല്ലെങ്കിൽ നമുക്ക് അന്ന് നമ്മുടെ ഇടയ്ക്ക് വെച്ച് നിർത്തിയ വേർബ് ഫോം ഇല്ലേ അത് കണ്ടിന്യൂ ചെയ്യണോ? എന്താണ് ചെയ്യണ്ടേ? പറയൂ. പുതിയത് എടുക്കണോ മാം? വെർബ് കണ്ടിന്യൂ ചെയ്താ പോരെ? ഓക്കെ. എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ക്ലാസ് എടുക്കാം അല്ലേ? അപ്പൊ ഓക്കെ, നമുക്ക് വേർബ് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. നോട്ട്ബുക്ക് ഒക്കെ എടുത്തോളൂ. നമ്മള് പ്രാക്ടീസ് വരെയാണ് എഴുതിയെന്ന് തോന്നുന്നു വെർബ് ആണോ? പ്രാക്ടീസോ മാം? ഏതാ പറഞ്ഞേ? പ്രാക്ടീസ് അല്ലേ? അതെ അതെ അതെ, അവിടെ വരെ. പ്രാക്ടീസ് ആണ്. അപ്പൊ കണ്ടിന്യൂ ചെയ്യാം. എഴുതിക്കോളൂ. Preferred, prepared, prohibit. Preferred, prepared, prohibit. Pull, punish, purchase, push, Carol,
reduce, refuse, regret. ഇത് V1 ഫോം ആണെന്നാ പറയുന്നത്. അതെ V1 V2 V3 form. ഓക്കെ V1 പറയുകയാണെങ്കിൽ എന്തോ ഇത് V1 മാത്രമാണ്. ഓക്കെ. ഇതില് പനിഷ് ആണെങ്കിൽ എന്തായിരിക്കും വരാം? സോറി, പ്രിഫർ ആണെങ്കിൽ പ്രിഫേർഡ്. അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ പറയുന്നില്ലേ, പ്രിഫേർഡ് ഡബിൾ ആറിന്റെ PREFE ഞാൻ ഇങ്ങനെ നേരത്തെ എഴുതി വെച്ചു. അപ്പൊ എഴുതിക്കോളൂ. പ്രിഫേർഡ് ആണ്. പ്രിപ്പയർഡ്, prohibited, pulled, punished, just ED വരുന്നു. ഇതില് പേജ് നമ്പർ ഒന്നുമില്ല കേട്ടോ, ഷംല. ഓക്കെ, എന്റെ നോട്ട് ആണ്, നമ്മൾ എഴുതിയെടുക്കാം. Then purchased, pushed ആണ്. quarreled, സെയിം ഒരു ED ചേരുന്നു, ഇത്രേ ഉള്ളൂ കേട്ടോ. റെഡ്യൂസും അങ്ങനെ തന്നെയാ, refused, regretted. എല്ലാം ED തന്നെയാണോ മാം വരുന്നത്? അതെ, ED തന്നെയാണ്. ഇത് ആണ്. ഓക്കെ, ഇത് റെഗുലർ വെർബ് ആണ് കേട്ടോ, അതാണ് എല്ലാം ED തന്നെയാണ്. remained, reminder, removed, renewed, repeated, recurred, ruined, shut. ഇത് മൂന്ന് അങ്ങനെ തന്നെയാണ് കേട്ടോ. studied, succeeded, suffered. ഓക്കെ, ഇത് കഴിഞ്ഞെങ്കിൽ നമുക്ക് ഇത്രയും വേർഡ്സിന്റെ മീനിങ് നോക്കാം കേട്ടോ. റിഗ്രറ്റിന്റെ ഒന്നുകൂടെ പറയൂ. റിഗ്രറ്റ് ഇത് തന്നെയാണ്. V3 അതന്നെയല്ലേ മാം? TTE. ഓക്കെ, അല്ല മാം, V3 അതന്നെയല്ലേ? വെർബിന്റെ തേർഡ് ഫോമും അതന്നെയല്ലേ?
അത് തന്നെയാണ്, സെയിം ആണ്. സ്പെല്ലിംഗ് വരാം REGRETTED, റിഗ്രറ്റഡ് അങ്ങനെ വരും കേട്ടോ, ഡബിൾ ടി വരും. Okay, is it finished? Yeah. Prefer എന്താ? Prefer means തിരഞ്ഞെടുക്കുക. Okay, prefer ചെയ്യാ. You can prefer anything. So prefer means തിരഞ്ഞെടുക്കുക. Prepare അറിയാലോ, prepare തയ്യാറെടുക്കുക. And prohibit means നിരോധിക്കുക. Okay, prohibit നിരോധിക്കുക. Pull and push, ഇത് രണ്ടും ഡൗട്ട് ഉള്ളവരുണ്ടോ? ഉണ്ടോ? പൊതുവെ ഡൗട്ട് വരുന്ന സാധനമാണ് പുൾ ആൻഡ് പുഷ്. എനിക്കും ഉണ്ടായിരുന്നിട്ടൊരു ഡൗട്ട്. ഓക്കെ, പുൾ എന്താണ്? പുള്ള് വലിക്കുക, പുഷ് തള്ളുക. പണിഷ് ശിക്ഷിക്കുക കേട്ടോ, പണിഷ് ശിക്ഷിക്കുക. പർച്ചേസ് ചെയ്യുക, പ്രത്യേകിച്ച് മലയാളം വേണ്ടേ, പർച്ചേസ് ചെയ്യുക. പുഷ് തള്ളുക. കാരർ വഴക്കുണ്ടാക്കുക, തല്ലുവിടുക എന്നൊക്കെ പറയില്ലേ, അതന്നെ വഴക്കുണ്ടാക്കുക. റെഡ്യൂസ് കുറയ്ക്കുക, റെഡ്യൂസ് ചെയ്യുക അല്ലെ, കുറയ്ക്കുക. റെഫ്യൂസ് ചെയ്യുക, നിഷേധിക്കുക, നിരസിക്കുക, നിഷേധിക്കുക എന്നൊക്കെ പറയാം. റെഫ്യൂസ്. റിഗ്രറ്റ് ഖേദിക്കുക, കുറ്റബോധം പറയും. റിഗ്രറ്റ് ഖേദിക്കുക, പശ്ചാത്തപിക്കുക എന്നൊക്കെ പറയും. Then remain അവശേഷിക്കുക, remain. Remind ഓർമ്മപ്പെടുത്തുക, remove ചെയ്യുക, നീക്കം ചെയ്യുക എന്നൊക്കെ പറയാം. നീക്കം ചെയ്യുക. renew പുതുക്കുക എന്നൊക്കെ പറയാം. And repeat അറിയാലോ, ആവർത്തിക്കുക. And recure ആവശ്യമായിട്ടുള്ള എന്നൊക്കെ പറയും. ruin നശിപ്പിക്കുക എന്നാണോ? എന്താ നശിപ്പിക്കുക, അധപ്പതിക്കുക എന്നൊക്കെ പറയും. ruin. shut അടയ്ക്കുക, അടയ്ക്കുക. സ്റ്റഡി അറിയാം. സക്സീഡ് എന്താ? ജയിക്കുകയാണോ? മീൻസ് അവിടെ അനുഗമിക്കുക എന്നൊരു മീനിങ് ആണ് കേട്ടോ. പിന്തുടരുക, അനുഗമിക്കുക, ആ ഒരു മീനിങ് ആണ്. മാം പറഞ്ഞത് അനുഗമിക്കുക. സഹിക്കുക, വിഷമിക്കുക, ദേഷിക്കുക, അതൊരു മീനിങ് ആണ് സഫർ. ഓക്കെ, എന്തുമാ ഒന്നും കൂടി പറയോ? വിഷമിക്കുക, ക്ലേശിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനത്തെ നമുക്ക് മലയാളം. സഫർ മനസ്സിലായല്ലോ. കുറെ ചില ഇംഗ്ലീഷ് വേർഡ്സിന്റെ മലയാളം എഴുതാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നെക്സ്റ്റ് എഴുതിക്കോളൂ. സജസ്റ്റ് നിർദ്ദേശിക്കുക, നിർദ്ദേശിക്കുക. സജസ്റ്റ് നിർദ്ദേശിക്കുക. സർവൈവ്ഡ്
സാവായി തരണം ചെയ്യുക തരണം ചെയ്യുക, അതിജീവിക്കുക എന്നൊക്കെ പറയാം. urge means പ്രേരിപ്പിക്കുക. used പറയാം, visited, waited, warned means താക്കീത് ചെയ്യുക, warn ചെയ്യുക. warned. worried, worry ചെയ്യുക. പ്രത്യേകിച്ച് മലയാളം ചോദിക്കേണ്ട അറിയാലോ. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ റെഗുലർ വേർബിലുള്ളത് കേട്ടോ. ഇത്രയേ ഉള്ളൂ. ആശങ്കപ്പെടുക എന്നാണോ മാം? വറീഡ് അങ്ങനെ പറയാലോ? ആശങ്കപ്പെടുക എന്ന് പറയും. ഓക്കെ, കംപ്ലീറ്റ് ആയല്ലോ. അപ്പൊ റെഗുലർ വേർബ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇറഗുലർ വേർബ് ആണ് കേട്ടോ. വിസിറ്റിന് മുൻപുള്ളത് യൂസ് ആണ്. യൂസ് ഉപയോഗിക്കുക, യൂസ് ചെയ്യുക. നെക്സ്റ്റ് ഇറഗുലർ വേർബ്. ഇറഗുലർ വേർബ് എന്താണ്? B1, B2, B3 മൂന്നും ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, എഴുതിക്കോളൂ. അറൈസ്, അറോസ്, അറൈസ് ആണ്. awake, awoke, awoke ആണ്. beer, ball, bomb. begin, began, begun. bite, bit, bitten. bleed, bled, bled. break, broke, broken. choose, chose, chosen. come, came, come. deal, dealt, dealt. dig, dug, dug. draw, you draw. drink, drank, drunk. drive, drove, driven. eat, ate, eaten. fall, fell, fallen.
feed, fed, fed. Feel, felt, felt. Fight, fought, fought. Find, found, found. Flee, fled, fled. Fling, flang, flang. Fly, flew, flown. Forbid, forbade, forbidden. Get, got, got. Give, gave, given. Go and gone. Grind, ground, ground. Grow, grew, grown. Heard, heard, heard. Okay? കഴിഞ്ഞോ? ഫസ്റ്റ് വൺ ഒന്ന് പറയുമോ? Arise, arose, arisen. Arise, arose, arisen. Okay? Meaning? Meaning പറയാലോ? ഒരെണ്ണം മാത്രമേ എഴുതിയിട്ടുള്ളൂ. കംപ്ലീറ്റ് ആയോ? കംപ്ലീറ്റ് ആയി. Okay, the first one, arise. Arise means ഉയരുക. Okay, ഉയരുക. Arise, arose, arise on. ഉയരുക എന്നാണ്. Awake, ഉറക്കമുണരുക. Awake, ഉറക്കമുണരുക. Awake, awoke, awoke on. ഉറക്കമുണരുക. Bear, bar, bar. Bear means കഷ്ടപ്പെടുക. കഷ്ടപ്പെടുക. Begin. Begin, ആരംഭിക്കുക, തുടങ്ങുക അല്ലെ? ആരംഭിക്കുക, സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെ പറയാം. Begin, began, began. ബൈറ്റ് അറിയാലോ, കടിക്കുക. Bite, bit, bita. Bleed, ചോര ഒലിക്കുക. Bleed, blood, blood. ചോര ഒലിച്ചു എന്നാണെങ്കിൽ blood ആണ്. Bleed. Okay, then break. തകർക്കുക. Break. Broke, broke on. തകർക്കുക. Choose, തിരഞ്ഞെടുക്കുക. Choose, chose, chose. തിരഞ്ഞെടുക്കുക. നമുക്ക് ഇൻകം അറിയാം. Deal. Deal means ഇടപാട് നടത്തുക. Deal ചെയ്യുക. അറിയാലോ, ഇടപാട് നടത്തുക ഒരു മീനിങ് ആണ്. Deal, dealt, dealt. Dig എന്താ? Dig, കുഴിക്കുക. കുഴിക്കുക. Dig, കുഴിക്കുക. Draw, വരയ്ക്കുക. Drink, കുടിക്കുക. Drive, drive എന്താ?
ഓടിക്കുക. ഓടിക്കുക. ഈറ്റ് കഴിക്കുക. നിനക്ക് അറിയാലോ. ഫോൾ വീഴുക. ഫോൾ വീഴുക. ഫീഡ് കഴിപ്പിക്കുക, ഫീഡ് ചെയ്യുക, ഭക്ഷണം നൽകുക എന്ന് പറയാം. അപ്പൊ ഫീഡ്. ഫീൽ അറിയാലോ. അനുഭവിക്കുക എന്നുള്ള അർത്ഥം. അനുഭവിക്കുക എന്ന് പറയില്ലേ, ഫീൽ. ഫൈറ്റ് അറിയാം. കണ്ടുപിടിക്കുക, ഫൈറ്റ് ചെയ്യുക, പൊരുതുക എന്നൊക്കെ ഇടുക, അതൊക്കെ അറിയാലോ. ഫൈൻഡ് കണ്ടുപിടിക്കുക. ഫ്ലീ, ഫ്ലീ ഒളിച്ചോടുക. ഫ്ലീ ഒളിച്ചോടുക കേട്ടോ. ഷി ഫ്ലെഡ് വിത്ത് ഹിം. അവൻ അവന്റെ കൂടെ അവന്റെ കൂടെ ഒളിച്ചോടി. ഫ്ലിങ് വലിച്ചെറിയുക. ഒളിച്ചെറിയെന്നും പറയാം. ഇനിയും വലിച്ചെറിയുക. ഫ്ലൈ പറക്കുക. കോവിഡ് നിരോധിക്കുക. ബോൺ സ്പെല്ലിംഗ് കറക്റ്റ് ആണ് കേട്ടോ, മിസ്റ്റേക്ക് ഒന്നുമില്ലേ. കോവിഡ് നിരോധിക്കുക. ഗെറ്റ് കിട്ടുക. കിട്ടി എന്ന് പറയില്ല, ഗെറ്റ് ഇറ്റ്, ഐ ഗോട്ട് ഇറ്റ് എന്ന് പറയുന്നേ. കിട്ടുക. ഗിവ് കൊടുക്കുക. ഗോ പോകുക. ഗ്രൈൻഡ് അരയ്ക്കുക. ഗ്രൈൻഡ് ചെയ്യുക, അരയ്ക്കുക. ഗ്രോ വളരുക. ഹിയർ കേൾക്കുക. ഓക്കെ, കണ്ടിന്യൂ ചെയ്യാട്ടോ. ഹൈഡ്, കോവിഡ് നിരോധിക്കുക. നെക്സ്റ്റ് ഏതാ? ഹൈഡ്, ഹിഡ്, ഹിഡൻ. ഹോൾഡ്, ഹെൽഡ്, ഹെൽഡ്. കീപ്, kept, kept. No, new, not. No, new, not. Lay, laid, laid. Lead, led, led. Leave, left, left. Lend, lend, lend. Lost, lost, lost. Make, made, made. Me, meant, meant. Meet, met, met. Pay, paid, paid. Read, read, read. Right, road, return. Right, road, return. Bring, run, run. Rise, rose, rise on. Run, run, run. So, sewed, sewn.
Say, said, said. See, saw, see. See, south, south. Sell, sold, sold. Send, send, send. Stew, sewed, sewed. Shake, shook, shaken. Shine, shone, shone. Sing, sang, sang. Sing, sang, sung. Sit, sat, sit, sat. Play, slew, slay. Okay? കഴിഞ്ഞു. മാം ഇതൊക്കെ ഞങ്ങൾ ഇത്തവണത്തെ എക്സാമിന് പഠിക്കണ്ടല്ലോ അല്ലേ? ഇതൊന്നും വരില്ല. എക്സാമിൽ പഠിക്കേണ്ടത് ഇന്നലെ പറഞ്ഞു, അത് മാത്രമേ വരുള്ളൂ കേട്ടോ. ഈ മോഡൽ ക്വസ്റ്റ്യൻ മാത്രം. ഓക്കെ. മാം എക്സാമിനെ കുറിച്ച് നമ്മളോട് വേറൊന്നും പറഞ്ഞു തന്നിട്ടില്ലായിരുന്നു. അതായത് ക്യാമറ അതൊക്കെ മൺഡേ തരുമായിരിക്കും അല്ലേ? മൺഡേ ട്യൂസ്ഡേ പറയുമായിരിക്കും അല്ലേ? എന്ത്? ഇങ്ങനെ ഓൺലൈൻ ആണ് ഒന്നും പറഞ്ഞില്ല. ഇതിൽ തന്നെ കയറുകയാണോ, എന്താ ലിങ്ക് ഷെയർ ചെയ്യോ, അതിനെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ലല്ലോ. പറയോ? അങ്ങനെയാണ് കേട്ടോ. സി നിങ്ങൾ നോട്ടസ് തന്നെയാണ് ചെയ്യുക, അതൊക്കെ പോലെ തന്നെയാണ് കേട്ടോ. പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും അതിലില്ല. ലൈവ് അല്ലേ? ലൈവ് അല്ല. ആഹാ, ഓക്കെ ഓക്കെ, ശരി മാം. ലൈവ് ആണോ? ലൈവ് ആണെന്ന് തോന്നുന്നു. കേട്ടോ? ക്യാമറ ഓൺ ആക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാമറ ഓൺ ആക്കണം എന്നല്ല പറഞ്ഞിട്ട്. ലൈവ് ആണ് കേട്ടോ, ലൈവ് ആണ്. ചുമ്മാ പറഞ്ഞു. നോട്ടസ് ലൈവ് അല്ലല്ലോ. ടേം 1, ടേം 2 മെയിൻ എക്സാം ഇതൊക്കെ ലൈവ് ആണേ. ഞങ്ങൾ അയക്കില്ല കേട്ടോ. ഓക്കെ. എന്തോ പറയാൻ വന്നല്ലോ, മറന്നുപോയി. ഓക്കെ, അപ്പൊ മീനിങ് പറയാം. ഹൈഡ് എന്താ? ഒളിച്ചു വെക്കുക. ഹൈഡ് ഒളിച്ചു വെക്കുക. ഹോൾഡ് ഹോൾഡ് ചെയ്യുക, പിടിക്കുക അല്ലെ? ഹോൾഡ് ചെയ്യുക അറിയാലോ, ഹോൾഡ് ചെയ്യുക, പിടിക്കുക. കീപ് സൂക്ഷിക്കുക, കീപ് സൂക്ഷിക്കുക. നോ അറിയുക. ലേ വീഴ്ത്തുക എന്നാണ് കേട്ടോ. ലേ വീഴ്ത്തുക, ലേ വീഴ്ത്തുക. ലീഡ് ലീഡ് ചെയ്യുക അല്ലെ? ലീഡർഷിപ്പ്, നേതൃത്വം വഹിക്കുക. ലീഡ് ലീഡ് ലെറ്റ്. ആൻഡ് ലീവ് വിടവാങ്ങുക. ഉപേക്ഷിക്കാന്ന് പറയോ മാം? ലീവ് ഏതാണ്? ലീവ് ലീവ് ലെഫ്റ്റ് ചെയ്തു എന്ന് പറയാം, അങ്ങനെ ഒരു അർത്ഥം വരുമോ? ആ മീനിങ് ആണ് വരാ. വിടവാങ്ങുക, ലെഫ്റ്റ് ചെയ്യുക, ലീവ് ചെയ്യുക, പോകുക എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു മീനിങ് ആണ് വരാ. ലീവ്, ലെഫ്റ്റ് ലെഫ്റ്റ്.
ആൻഡ് ലെങ്ത് കടം കൊടുക്കുക. ലോസ് നഷ്ടപ്പെടുത്തുക. മേക്ക് ഉണ്ടാക്കുക. മീൻ എന്താണ്? വിചാരിക്കുക. What do you mean? Okay, വിചാരിക്കുക. മീറ്റ് കണ്ടുമുട്ടുക. പേ അറിയാലോ, പേ ചെയ്യുക, പണം അടക്കുക. റീഡ് വായിക്കുക. റൈഡ് റൈഡ് പോവുക. ബൈക്ക് റൈഡ് എന്നൊക്കെ പറയില്ലേ, റൈഡ്. സവാരി ചെയ്യുക എന്നാണോ? സവാരി ചെയ്യുക. റിംഗ് റിംഗ് അറിയാലോ, മണിയടിക്കുക, റിംഗ് ചെയ്യുക, ഫോൺ റിംഗ് ചെയ്യുക. റൈസ് ഉദിക്കുക. ഈ റൈസിന് ഉദിക്കുക എന്നാണ് കേട്ടോ, സൺറൈസ് എന്ന് പറയില്ലേ, ഉദിക്കുക. റൺ അറിയാം, ഓടുക. സോ സോ മീൻസ് അറക്കുക എന്നൊരു മീനിങ് ആണ് കേട്ടോ. മരം അറക്കുക എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഒരു മീനിങ് ആണ്. മുറിക്കുക, അറക്കുക. മുറിക്കുക വേറെ, അറക്കുക വേറെ അല്ലെ. അപ്പൊ അറക്കുക ആണ്ടത്. സോ അറക്കുക. സീക്ക് ഒളിക്കുക. സീക്ക് ഒളിക്കുക, തേടുക, കണ്ടുപിടിക്കുക, അന്വേഷിക്കുക. സീക്ക്. സീ അറിയാലോ, സീ കാണുക. സേ പറയുക, ഇതൊക്കെ അറിയാമല്ലോ. സെല്ല് വിൽക്കുക. സെൻഡ് സെൻഡ് അറിയാം, അയക്കുക. സെൻഡ്. സെൽ എന്തോ എന്തോ? സെൽ സെൽ വിൽക്കുക, സെൽ ചെയ്യുക. സെൻഡ് അയക്കുക. സ്യൂ തയ്ക്കുക, തുന്നുക എന്നൊക്കെ പറയാം. സ്യൂ 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 സ്യൂ. ഷേക്ക് ഷേക്ക് ചെയ്യുക, അനക്കുക. ഷൈൻ പ്രകാശിക്കുക, തിളങ്ങുക എന്നൊക്കെ പറയാം. സിംഗ് പാടുക. സിംഗ് മുങ്ങുക, വെള്ളത്തിൽ മുങ്ങുക. അതാണ് സിംഗ്, വെള്ളത്തിൽ മുങ്ങുക. സിറ്റ് ഇരിക്കുക. സ്ലേ കൊല്ലുക, കില്ലിങ്. കില്ലാണ് സ്ലേ കേട്ടോ. നെക്സ്റ്റ് ഷെയ്ക്ക് എന്താ മാം? എന്തോ? ഷെയ്ക്ക് എന്താ മാം? അനക്കുക, ഷേക്ക് ചെയ്യുക, അനക്കുക. ചെയ്ത സ്ലീപ് സ്ലെപ്റ്റ് സ്ലെപ്റ്റ്. സ്ലൈഡ് സ്ലിഡ് സ്ലിഡ്. Sling, slang, slang. So, sowed, sown. Speak, spoke, spoken. Spent, spent, spent. Stand, stood, stood. Steal, stole, stolen. Stick, stuck, stuck. Sting, stung, stung. Sting, stung, stung.
stride, strode, stridden, stride, strode, stridden. Strike, struck, struck. String, strung, strung. Strive, straw, striven. Sweep, swept, swept. Tear, soar, sown. Sim, sam, som. Sim, sam, sam. Take, took, taken. Teach, taught, taught. Cure, toy, tore. Tell, told, told. Think, thought, thought. Throw, through, thrown. Tread, trod, trodden. Understand, understood, understood. Where, war, born. Weep, wept, wept. Win, won, won. Wind, wound, wound. Bring, brung, brung.
ഓക്കെ, കഴിഞ്ഞോ? കഴിഞ്ഞു മാം. സ്ലീപ് ഉറങ്ങുക, സ്ലീപ് ഉറങ്ങുക. സ്ലൈഡ് വഴുതുക, തിന്നുക എന്നൊക്കെ പറയില്ലേ? കേട്ടോ, സ്ലീപ് സ്ലൈഡ് വഴുതുക. സ്ലിങ് കെട്ടിത്തൂക്കുക, കെട്ടിത്തൂക്കുക. സ്ലിങ് കെട്ടിത്തൂക്കുക. സോ വിതയ്ക്കുക, സോ വിതയ്ക്കുക. സ്പീക്ക് സംസാരിക്കുക. സ്പെൻഡ് ചെലവഴിക്കുക. സ്റ്റാൻഡ് നിൽക്കുക. സ്റ്റീല്, സ്റ്റീൽ എന്താ? കട്ടെടുക്കുക, മോഷ്ടിക്കുക. സ്റ്റീൽ. സ്റ്റിക്ക് ഒട്ടിപ്പിടിക്കുക, ഒട്ടിപ്പിടിക്കുക, സ്റ്റിക്ക്. സ്റ്റിങ് കുത്തുക, സ്റ്റിങ് കുത്തുക. സ്റ്റിങ്, സ്റ്റിങ് ദുർഗന്ധം ഉണ്ടാക്കുക, സ്റ്റിങ്. ദുർഗന്ധം ഉണ്ടാക്കുക, സ്മെല്ല്, സ്മെല്ല് ഉണ്ടാകുക, ദുർഗന്ധം. നല്ല സ്മെല്ലല്ല, മോശം സ്മെല്ല്, ബാഡ് സ്മെൽ. സ്ട്രൈഡ്, സ്ട്രൈഡ് കവച്ച് കിടക്കുക. നമ്മൾ കവച്ച് വെച്ച് പോകില്ലേ, കവച്ച് കിടക്കുക. സ്ട്രൈക്ക് പണിമുടക്ക്, സമരം എന്നൊക്കെ പറയും. സ്ട്രിങ് വലിഞ്ഞു മുറുക്കുക, സ്ട്രിങ് വലിഞ്ഞു മുറുക്കുക. സ്ട്രൈവ് അധ്വാനിക്കുക, സ്ട്രൈവ് അധ്വാനിക്കുക. സ്വീപ്പ് അടിച്ചു വാരുക, എന്തോ അടിച്ചു വാരുക. സ്വേർ എന്താണ്? ഐസ്വർ, ആണയിടുക എന്ന് പറയില്ലേ, നമ്മൾ സത്യം ചെയ്യില്ല, ഐസ്വർ, ഐസ്വർ എന്നൊക്കെ പറയുന്നത് അതാണ്. ആണയിടുക, സത്യം ചെയ്യുക എന്നൊക്കെ പറയാം. സ്വിമ്മ് നീന്തുക, സ്വിമ്മ് നീന്തുക. സ്വിങ് ഊഞ്ഞാലാടുക, സ്വിങ് ഊഞ്ഞാലാടുക. ടേക്ക് എടുക്കുക, ടീച്ച് പഠിപ്പിക്കുക. ടിയർ കരയുക, ടെൽ പറയുക. തിങ്ക് ചിന്തിക്കുക. ത്രോ വലിച്ചെറിയുക. ട്രെഡ്, ട്രെഡ് മീൻസ് മെതിക്കുക. നമ്മള് പച്ച മെതിക്കുക, ചവിട്ടി മെതിക്കുക എന്നൊക്കെ പറയാം, അതാണ് ട്രെഡ് കേട്ടോ. മെതിക്കുക. അണ്ടർസ്റ്റാൻഡ് മനസ്സിലാക്കുക. വെയർ ധരിക്കുക. വീപ്പ് കരയുക. വിൻ ജയിക്കുക. വിൻഡ് കാറ്റ്, കാറ്റ് വീശുക, അവരിങ്ങനെ കാണട്ടാ കാറ്റ്. റിംഗ്, റിംഗ് മീൻസ് ഞെരിക്കുക. എന്താ മാം? മീൻസ് അങ്ങനെ അമർത്തുക എന്നൊക്കെ പറയില്ലേ, ഞെരിക്കുക. രണ്ടിനിടയിൽ കിടന്ന് ഞെരുങ്ങി എന്നൊക്കെ പറയില്ലേ നമ്മള്, ആ ഞെരിക്കുക അങ്ങനെയാണ് കേട്ടോ. ഓക്കെ, വിൻ എന്തായിരുന്നു മാം? വിൻ ജയിക്കുക,
ലാസ്റ്റ് വൺ എന്ന മിസ് പറഞ്ഞു. bring means ഞെരിക്കുക. ഞെരിക്കുക എന്ന് എങ്ങനെയാ പറയാ? ഞെരിക്കുക എന്നല്ലേ നിങ്ങളോട് പറയാ? നമ്മുടെ മലയാളം തന്നെ കുറച്ച് ഡിഫറെന്റ് ആണ് കേട്ടോ. ഇവിടെ പറയുന്നതായിരിക്കില്ല അവിടെ പറയുന്നത്. വ്യത്യാസം എന്താണോ? ഞെരിക്കുക തന്നെയാണ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ റെഗുലർ ആൻഡ് ഇറഗുലർ വേർബ്. അത്യാവശ്യം ഒരുപാട് വേർബ് ഉണ്ട്. മാക്സിമം പഠിക്കുക, എന്നിട്ട് നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുക. എന്നാൽ മാത്രമേ നമുക്ക് അതൊക്കെ പഠിക്കാൻ പറ്റൂ. ഓക്കെ, ക്ലിയർ? ഓക്കെ അല്ലേ? പിന്നെന്താണ്? ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ ഉണ്ടോ? ഇനി എക്സാം കഴിഞ്ഞ് വരുമ്പോ ഫുള്ള് ക്ലാസ് ആയിരിക്കും കേട്ടോ. ഐ തിങ്ക് മേ ബി നെക്സ്റ്റ് മന്തോട് കൂടി നമ്മുടെ കോഴ്സ് കംപ്ലീറ്റ് ആക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ മാം, ഒരു ഡൗട്ട് ചോദിച്ചോട്ടോ. എക്സാമിനില്ലേ ഇതേത് ഡിറ്റർമിനേഴ്സ് അങ്ങനെയുള്ള ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും മാം? എക്സാമിന് ഇപ്പം ജെൻഡേഴ്സ് ഇതേതാണ്, മസ്കുലർ ജെൻഡർ ആണോ ഫെമിനിൻ ജെൻഡർ ആണോ അങ്ങനെ ചോദിച്ചിട്ട് ക്വസ്റ്റ്യൻ വരും? ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നോ? ഇന്നലെ ഉണ്ടായിന്. അല്ല, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടാവുമെന്ന് വെച്ചത്. ഇന്നലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അത്രേ ഉള്ളൂ. ഓക്കെ മാം. നിങ്ങള് ഞാൻ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പറയണോ അല്ലേ? കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. ഇത്രയും വളഞ്ഞ വഴിക്ക് ഞാൻ പറഞ്ഞു തന്നിട്ട് മനസ്സിലാകുന്നില്ല എങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ പറയില്ല. ഓക്കെ, എക്സാം എഴുതിയിട്ട് വരും, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞതെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഇതൊക്കെ സീക്രട്ട് ആണ്. എക്സ്പെക്ട് ചെയ്യണ്ട മാം. എന്തോ ഓവറായിട്ട് എക്സ്പെക്ട് ചെയ്യണ്ട. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾ വെറുതെ ടെൻഷൻ അടിക്കുന്നത് എന്തിനാ? ഭയങ്കര എളുപ്പമായിരിക്കും എക്സാം. ഇംഗ്ലീഷ് പ്രത്യേകിച്ച് സിമ്പിൾ ആയിരിക്കും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ ഇതൊക്കെ സിമ്പിൾ ആയിരിക്കും. ഓക്കെ, അതുകൊണ്ട് ഓവറായിട്ട് അതൊന്നും എക്സ്പെക്ട് ചെയ്യണ്ട. പേടിക്കേണ്ടത് മെയിൻ എക്സാം ആണ്. മെയിൻ എക്സാമിന് 50 ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇംഗ്ലീഷിൽ. അപ്പൊ എന്ത് ചെയ്യും നിങ്ങള്? അത് പറഞ്ഞാലും ഞാൻ വരെയും കൂടി ഇല്ല, ഭാഗത്തേക്ക് ഞാൻ വരില്ല. ക്ലാസ് കഴിഞ്ഞിട്ട് നമ്മളെ കാണില്ല. ഓക്കെ, പ്രാക്ടിക്കലും വൈകിയൊക്കെ എടുക്കുന്നത് വേറെ ടീച്ചേഴ്സ് ആണ്. ഇംഗ്ലീഷിൽ എനിക്ക് ഒരു പണിയില്ല, വെറുതെ ഇരിക്കുകയാണ് ഞാനിവിടെ. എന്റെ കോൺടെക്സ്റ്റ് കഴിഞ്ഞാൽ എനിക്ക് പണിയില്ല കേട്ടോ. ഓക്കെ, ഇനി അങ്ങോട്ട് ക്ലാസ് ആയിരിക്കും കേട്ടോ. പോർഷൻസ് തീർക്കാനൊന്നുമില്ല, തിരിച്ചൊന്നുമില്ല. നമ്മൾ 10 ചാപ്റ്റേഴ്സ് വരെയും ഓൾറെഡി കംപ്ലീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 9th ചാപ്റ്ററിന്റെ കണ്ടീഷണൽ സെന്റൻസ് ആണ്, അത് ഞാൻ എടുക്കാറില്ല. അത്ര ഇമ്പോർട്ടന്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ എടുക്കാറില്ല. പിന്നെന്താണ്, ഇതൊക്കെ സിമ്പിൾ ആണ്. അതുകൊണ്ട് ഡയറക്ട് സ്പീച്ച് ആണ്. അതൊക്കെ പെട്ടെന്ന് എടുക്കുക. പെട്ടെന്ന് പോർഷൻസ് ഒക്കെ തീർന്ന് നമുക്ക് റിവിഷൻ ഒക്കെ നടത്താം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് സൈൻ ഔട്ട് ചെയ്താലോ? സൈൻ ഔട്ട് പറയൂ. നിങ്ങൾക്ക് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ താല്പര്യമുണ്ടോ? കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടോ നിങ്ങൾക്ക്? കമ്മ്യൂണിക്കേഷൻ അന്നത്തെ പോലെ തന്നെയാണോ? ടോപ്പിക് പ്രസന്റേഷൻ പോലെ തന്നെയാണോ ഉദ്ദേശിക്കുന്നത്? ആണോ? നമുക്ക് ഗ്രൂപ്പ് ഡിസ്കഷൻ വെച്ചാലോ? സമയം ഉണ്ടോന്ന് അറിയില്ല. വെച്ചാലോ നമുക്ക്? താല്പര്യമുണ്ടോ? കുറച്ചുപേര് മാത്രമേ പറയുന്നുള്ളൂ. ഓക്കെ, നമുക്ക് ടൈം കിട്ടി നടത്താം കേട്ടോ. ഓക്കെ, അപ്പോ നമുക്ക് നോക്കാം. പെട്ടെന്ന് പഠിക്കൂ നിങ്ങൾ. ഞാൻ പറയുന്ന കാര്യമൊക്കെ പെട്ടെന്നൊക്കെ പഠിക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് സമയം ഉണ്ടാകും. അപ്പോൾ ആ ടൈമിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. മാം ഫസ്റ്റ് ക്ലാസ്സിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷിൽ ഇന്ററാക്ട് ചെയ്യാന്നോ? മനസ്സിലായില്ലല്ലോ? എന്താ പറയുന്നേ? ഈ ക്ലാസ് ഇംഗ്ലീഷിൽ മതിയതാണ് ഉദ്ദേശിച്ചേ? ഇംഗ്ലീഷിൽ വേണ്ടാം. ഓക്കെ, നടന്നു. ഇനി അങ്ങോട്ട് ഞാൻ റിപ്പോർട്ട് സ്പീച്ച് ഇംഗ്ലീഷ് എടുക്കട്ടെ? മനസ്സിലാവോ നിങ്ങക്ക്? മലയാളം വേണം.
അപ്പൊ ഇവരെ മനസ്സിലാവുന്നു. മാത്രം വെച്ച് ഈ പറഞ്ഞവരെ മാത്രം വെച്ച് ക്ലാസ് എടുക്കേണ്ടി വരും മിസ്സേ. ഞാനൊക്കെ പുറത്തോട്ട് പോകേണ്ടി വരും. അത് അറിയാവുന്നതുകൊണ്ടാണ് ആദ്യം ഇംഗ്ലീഷ് ഒന്നും യൂസ് ചെയ്യാത്തേട്ടോ. കാരണം ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇംഗ്ലീഷ് ഒട്ടും അറിയാത്തവരാണ് ക്ലാസ്സിൽ വരുന്നത്. അപ്പൊ അവര് എങ്ങനെയെങ്കിലും ഒന്ന് പഠിക്കണം എന്ന് വിചാരിച്ച് വരുമ്പോ ഞാൻ ഫുൾ ഇംഗ്ലീഷ് പറഞ്ഞ എങ്ങനെ മനസ്സിലാവാനല്ലേ? ഇടയിലൊക്കെ മലയാളം പറയാം. എന്നാലും കുറച്ചൊരു കംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നതും ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റുന്നതും മലയാളത്തിൽ ക്ലാസ് എടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പൊ ഈ ഗ്രാമർ ഒക്കെ നിങ്ങൾക്ക് പഠിക്കൂ. അത് മലയാളത്തിൽ ക്ലാസ് എടുത്ത് ഗ്രാമർ ഒക്കെ പഠിക്കാം. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാം മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇംഗ്ലീഷ് നിങ്ങൾക്കും പറയാം, നമുക്കും എല്ലാവർക്കും സംസാരിക്കാവുന്നതാണ്. ഓക്കെ, അതുവരെ നമുക്ക് ഇങ്ങനെ പോട്ടെ ക്ലാസ്. അപ്പോ സൈൻ ഔട്ട് പറയൂ. സൈൻ ഔട്ട് ഉണ്ടോ? ഉണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ പോട്ടെ. ഞാൻ പറയാം. Give every day the chance to become the most beautiful day of your life. Mark Twain. Thank you, Ashwati ma'am, and thank you all my dear friends for attending for the wonderful class. Thank you for have a good day. Okay, thank you all. See you in the next class. Okay, അപ്പോ എക്സാം ഒക്കെ നന്നായിട്ട് അറ്റൻഡ് ചെയ്യും കേട്ടോ. നിങ്ങളെയും പറഞ്ഞൊരു ബെസ്റ്റ് ഓഫ് ലക്ക്. ഇന്നിരിക്കട്ടെ. ബെസ്റ്റ് ഓഫ് ലക്ക്. ഓക്കെ, ബൈ. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു മാം. Thank you, ma'am.